സൂക്ഷിച്ചും കണ്ടും ഹോം റെമഡീസ് ഫേസിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്നെ പോലും നിങ്ങൾക്കും എട്ടിന്റെ പണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അടുത്തത് നമ്മുടെ കടലമാവാണ്. കടലമാവ് എന്ന് പറയുന്നത് എക്സസ് ഓയിൽ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആക്കി തരാൻ ഹെൽപ്പ് ചെയ്യും, ടാൻ ഒക്കെ റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും, എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇത് ഏറ്റവും നല്ലത് ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാർക്കാണ്. പക്ഷേ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ കടലമാവിൻ്റെ കൂടെ തൈരൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് തൈരിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എങ്കിലും ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി കളയും സ്കിന്നിനെ. സോ എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി കടലമാവിനെ എൻ്റെ സ്കിന്നിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്, ഫേസ് പാക്കുകളിൽ നിന്നൊക്കെ. അടുത്തത് നമ്മുടെ ചെറുപയർ പൊടിയാണ്. ചെറുപയർ പൊടി എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ എല്ലാ സ്കിന്നിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഒരു ജെന്റിൽ എക്സ്ഫോലിയേഷൻ തരും. ഇതിനും വലിയ ഡീമെറിറ്റ്സ് ഒന്നുമില്ല. പിന്നെ നന്നായിട്ട് പൊടിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നിലൊക്കെ ഇത് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിലൊക്കെ റബ്ബ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹാർഷായിട്ടിരിക്കും. സോ നന്നായിട്ട് പൊടിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നമ്മളുടെ അരിപ്പൊടിയാണ്. അരിപ്പൊടിയും നമ്മുടെ സ്കിന്നിൽ സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും, ടാൻ റിമൂവ് ചെയ്യും, ഒരു മൈൽഡ് എക്സ്ഫോലിയൻ്റ് ആണ്, സ്കിൻ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഓയിൽ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി എന്ന് പറയുന്നത്. നമ്മൾ കടലമാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ മിൽക്കിൻ്റെ കൂടെയോ തൈരിൻ്റെ കൂടെയോ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്ന് കാർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെത്താൻ ഈ തൈര മിൽക്കൊന്നും ഇല്ലാതെ വെറും അരിപ്പൊടിയായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതും ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അടുത്തത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് കോഫി പൗഡർ. നമ്മൾ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന കേട്ടിട്ടുള്ളവരാണ് കോഫി പൗഡർ എന്ന് പറയുന്നത്. കോഫി പൗഡർ ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, എക്സ്ഫോലിയേഷൻ തരും, അതുപോലെ പഫ്നെസ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് കൂട്ടും. ഇത് ഏറ്റവും നല്ലത് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർക്കുള്ളതാണ്. സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിൻ, ഈ മൂന്ന് സ്കിൻ ടൈപ്സിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഷുഗർ. നമ്മൾ സ്ക്രബിങ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് പേര് ആൾക്കാർ പറഞ്ഞിരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഷുഗർ എന്ന് പറയുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്ഫോലിയേഷൻ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഷുഗർ എന്ന് പറയുന്നത്. ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ബോഡി സ്ക്രബൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഷുഗർ നമുക്കറിയാലോ കുറച്ച് ഹാർഡാണ്. സോ നമ്മൾ ഫേസിലോ അല്ലെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിൻ ബാരിയറിനെയൊക്കെ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കുറച്ച് ഹാർഷാണ്. സോ ഡ്രൈ സ്കിന്നുകാരൊക്കെ ഇത് ഒഴിവാക്കുന്ന, ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഭയങ്കര സ്ട്രോങ് ഹാർഷ് ആയിട്ടുള്ള സ്ക്രബാണല്ലോ, അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ളതും സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും, നമുക്കൊരു ഗ്ലോ ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ, ആക്നെ പ്രോൺ സ്കിന്നുകാർക്കൊക്കെ ഇത് അടിപൊളിയാണ്. നമുക്കറിയാലോ, നമുക്ക് എന്തെങ്കിലും മുറിവുണ്ടായാലോ എന്തെങ്കിലും സംഭവിച്ചാലോ നമ്മൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യും. സോ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡീമെറിറ്റ് നമുക്കറിയാം, നമ്മൾ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ മഞ്ഞ കളർ ഫേസിൽ കാണും, അത് മാത്രമേ ഉള്ളൂ ഡീമെറിറ്റ്. പിന്നെ കുക്കിങ്ങിനായിട്ട് എടുക്കുന്ന മഞ്ഞൾപ്പൊടി നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇതൊക്കെയാണ്, അതായത് മഞ്ഞൾപ്പൊടി, കോഫി പൗഡർ, അരിപ്പൊടി, ഷുഗർ, ഹണി, ടൊമാറ്റോ, ലെമൺ, മിൽക്ക്, കേർഡ്, ഓട്സ്, കടലമാവ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ഫേസ് പാക്കുകളിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.